നമ്മുടെ പയ്യനും കൂട്ടരും ഈജിപ്തിന്റെ പെട്ടിക്കും ആണി അടിച്ചു. ഒരു 3 ആണി നൈസായിട്ട്. അപ്പേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അർജന്റീനയുടെ അടുത്ത് ആരുടെയും കളി നടക്കില്ല. ആരുടെയും കളി നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തോറ്റു, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇല്ല, കയറിപ്പോവാൻ ടിക്കറ്റ് എടുത്തോന്നൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് വിട്ട് പറഞ്ഞ സമയത്ത് വരെ ഞാൻ പറഞ്ഞൊരു ഒരു വാക്ക്. കാരണം എൻ്റെ വീട്ടിൽ വൈഫ്, പിള്ളേര്, രണ്ടപ്പച്ചന്മാരുണ്ടായി. വൈഫിൻ്റെ അപ്പച്ചനുണ്ടായി, എൻ്റെ അപ്പച്ചനുണ്ടായി, പിന്നെ എൻ്റെ 2 പിള്ളേരും വൈഫും. എല്ലാവരും ഞങ്ങൾ അർജന്റീനയുടെ ഫാൻസാണ്. അല്ല, ഒരാള് കൊച്ചിറക്കാൻ ഇളയവൻ പോർച്ചുഗൽ ഫാനായിരുന്നു. അവൻ പിന്നെ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ഞ് നീ എവിടേക്കാ പോകണമെന്ന് വെച്ചപ്പോൾ പുള്ളി മെസ്സി ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സിയുടെ ജേഴ്സി എടുത്തിട്ടു. അതെന്തായാലും ആവട്ടെ, അവൻ പയ്യനാണല്ലോ. അപ്പോൾ അങ്ങനെ ഉറച്ചിരിക്കണ ഒരു ആളല്ല. എന്നാലും അവന് മെസ്സിനോട് താല്പര്യമുണ്ട്. അവൻ എല്ലാ കളിക്കാരെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ പുള്ളിക്ക് പോർച്ചുഗലിന് താല്പര്യം, പോർച്ചുഗലിനല്ല, CR7 ആയിരുന്നു താല്പര്യം. CR7 പുറത്തു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നോക്കാനില്ലല്ലോ. അപ്പോൾ പുള്ളി നമ്മുടെ കൂടെ കൂടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വന്നത്, കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കളിയിൽ ഒരു ഗോള് ഈജിപ്റ്റ് അടിച്ചു, രണ്ടാമത്തെ ഗോള് ഈജിപ്റ്റ് അടിച്ചു. അപ്പോൾ ഒക്കെ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നമ്മളെ വിളിച്ച് ഫോണിലായാലും അവിടെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ അവിടെയൊക്കെ എന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴും ഇപ്പം എൻ്റെ പിള്ളേർ അടുത്തിരുന്ന് കളിയാണ്, വൈഫിനോടൊക്കെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കളി തീർന്നിട്ടില്ല. ഇപ്പം എന്നെ വിളിച്ച് കളിയാക്കാൻ വേണ്ടി വിളിച്ചവരോട് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കളി തീർന്നവരെ നിങ്ങൾ കാണും, കളി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും, അപ്പം ഞാൻ അംഗീകരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ടീമിനെ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ടീമിനെ, അല്ലെങ്കിൽ നമ്മുടെ പയ്യനെ ലയണൽ മെസ്സിനെ എനിക്ക് അതേമാതിരി വിശ്വാസമുണ്ട്. അതിനകത്ത് സ്കലോണിയുടെ തന്ത്രം നിങ്ങൾ ചിന്തിക്കണം. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ മാതിരിയുള്ള ഇതല്ല, അല്ലെങ്കിൽ മറ്റേ മഞ്ഞപ്പടയും അവരും പറയണ മാതിരി റഫറീനെ കൂടെ വരുത്തിയല്ല. ഇനിയിപ്പോൾ നിങ്ങൾ റഫറി കൂടെ വന്ന് ഞങ്ങൾ 11 പേരിൽ 12 പേര് കളിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ 12 പേര് കൂട്ടണമെന്നേ 14 പേരെ കൂട്ടിക്കോ. 2 ലൈൻ അമ്പയർമാരുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങനെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനപ്പോഴും പറഞ്ഞു, എന്നോട് വൈഫൊക്കെ ഇരുന്നുകൊണ്ട് ആളൊക്കെ വളരെ ഇതായി സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്ത് കളി കാണിക്കണേ കാര്യം എനിക്ക് തോന്നിട്ടോ. ഈ നമ്മുടെ എമിലിയാനോ മാർട്ടിനസ് എന്താ കാണിക്കണേ, ഗോളൊന്നും സേവ് ചെയ്യുന്നില്ല, എന്താ ഇത്, എന്ത് കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വന്തം ടീമിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ നേടിയെടുക്കാൻ പറ്റുമെന്ന്. ഞാൻ അങ്ങനെ ഇരുന്ന് കളിയേണ്ട ആളാ. 89-90 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഗോൾ അടിച്ചത്. ഈ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈജിപ്തിന് നിലനിർത്താൻ പറ്റില്ല. പക്ഷെ ഈജിപ്തിന് 90 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമല്ല, കളിയിൽ മൊത്തത്തിൽ കളി ആധിപത്യം പുലർത്തിയിരുന്നത് അർജന്റീനയാണ്. പക്ഷെ ഗോൾ അടിക്കാൻ പറ്റിയില്ല. കാരണം അവരവിടെ കണ്ടില്ലേ, 6 പേര് അവിടെ ഡിഫൻസായിട്ട് നിന്നിരുന്നേ. 6 പേര്. ഈ ബോളും മെസ്സിയിലേക്ക് കിട്ടിയപ്പോൾ 3 ആള് മെസ്സിനെ വളയും. മെസ്സിന് എന്തോരം ഫൗൾ ചെയ്തു. മെസ്സിനെ ഫൗൾ ചെയ്തു നമുക്ക് വേണ്ടത്. നമ്മൾ കിട്ടിയപ്പോൾ പെനാൽറ്റി അടിച്ച് ഗോളാക്കി ജയിച്ചെങ്കിൽ നിങ്ങളിപ്പോൾ ഇനി പെനാൽറ്റി അടിച്ചാണ് ഗോളാക്കിയെന്ന് പറഞ്ഞാൽ, പെനാൽറ്റി അടിച്ച് മിസ്സായി പോയി. അത് ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ലെക്കുണ്ട് കളിയിൽ. പിന്നെ ഫ്രീ കിക്കൊക്കെ അളന്നുറിച്ച് അടിച്ചതാ. പക്ഷെ അത് ഒരു ഫ്രീ കിക്ക് ബാർമ തട്ടിപ്പോയി. ഒരെണ്ണം അടിച്ചത് ഗോളിയുടെ കയ്യിലിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കളിയിൽ ലെക്കുണ്ട്. പക്ഷെ നിങ്ങൾ കളി അർജന്റീന ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മാത്രം റഫറി അർജന്റീനയുടെ കൂടെ എന്ന് പറയുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. കാരണം അതിന്റെ മുമ്പ് ഒരു 79 മിനിറ്റ് അല്ലെങ്കിൽ 80 മിനിറ്റ് വരെ കളിയിൽ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും കയ്യടിയും ആഹ്ലാദവും തുള്ളിച്ചാടലും എന്നെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യലായിരുന്നു. എന്ത് കളിയാക്കലൊക്കെ ആയിരുന്നു. നമ്മൾ എന്ത് കളിയാക്കൽ ഏറ്റുവാങ്ങും. ഇനി വന്ന മത്സരത്തിലായാലും അർജന്റീന പുറത്തു പോയി എന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഉയർത്തെഴുന്നേക്കും. ഇതുണ്ടല്ല, മറ്റേ കാനറിപ്പടെ ആയാലും ഏത് പടയില്ലേ, എൻ്റെ ഒരു ഇത് ഇങ്ങനെയായിരുന്നു. മെസ്സി ബ്രസീലായിട്ട് കളി വരണമെന്നൊരു ചിന്ത എനിക്കുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് വേണം ഇവരൊക്കെ അണ്ണാക്കിലടിച്ചു കൊടുക്കാമെന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നടന്നില്ല. ഇനി ഈജിപ്തിന്റെ കളി നിങ്ങൾ കണ്ടിട്ട്, ഈജിപ്തിന്റെ കളി മനോഹരമായിട്ടുള്ള കളിയായിരുന്നു, ഞാനില്ല എന്നൊന്നും പറയാനുള്ള. പക്ഷെ നിങ്ങൾ പറയണ ഫൗളൊന്നും സാലാനൊക്കെ ബോക്സിലിട്ട് ചവിട്ടി കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാറും, അല്ലെങ്കിൽ അവിടെ റെഫറിക്കൊക്കെ കറക്റ്റായിട്ട് കണ്ണു വെച്ചുകൊണ്ടിരിക്കുന്ന ആളാ. അല്ലാണ്ട് നിങ്ങൾ റെഫറി ഇതൊന്നും നടക്കണ കാര്യമല്ല. റെഫറി അവരുടെ കൂടെ ഒന്നും ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ പറ്റണല്ലേ. കുറച്ച് കാശ് നിങ്ങളും കൊടുത്ത് റെഫറിനെയും അല്ലെങ്കിൽ ഫിഫാനെയും വശത്താക്കുന്നേ. എന്നിട്ട് കിടന്ന് നിങ്ങൾ പറയും.
കളീനെ പറ്റി വിലയിരുത്തൽ വരുമ്പോ കളിച്ചിട്ട് തന്നെ നേടിയത്, അല്ലാണ്ട് വെറുതെ ഒന്നും ആരും നേടണില്ല മക്കളെ. നിങ്ങളിപ്പോ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, മഞ്ഞപ്പടയുണ്ട്, പിന്നെ എല്ലാ പടകളും ഉണ്ട്. എല്ലാ പടകളും കൂടി മെസ്സിക്കെതിരെ. എന്തിന് ഞാൻ പറഞ്ഞ നിങ്ങൾ കളി ആരെ കളിക്കുന്നത് വെച്ചാൽ അവനെ അംഗീകരിക്കാൻ പഠിക്കുക. ഇപ്പം ഞാനായാലും ഇപ്പം മെസ്സി പുറത്തു പോയാലും നമ്മളെ നല്ല കളിക്കാരുണ്ടെങ്കിൽ ഞാൻ നോർവേയുടെ കളിക്കാരൻ ഹാളണ്ടിനെ ഞാൻ അംഗീകരിക്കുന്നു. നല്ല കളിയാണ് അത്, അത്ര നല്ല കളിയാവും കളിക്കണേ. അതൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണമെന്ന്. അപ്പം അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനിയിപ്പോൾ ഞാൻ കളീനെ കുറിച്ച് മൊത്തത്തിൽ വിലയിരുത്തൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറയാം, വിവരിച്ചു തരാം. കളിയെ പറ്റി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴുണ്ടല്ലോ, 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ, 29-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈജിപ്റ്റ്. അത് 29-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈജിപ്റ്റ് എന്ന് പറഞ്ഞാലും അവരുടെ കളി നല്ല പക്ക കളിയായിരുന്നു, അംഗീകരിക്കുന്ന കളിയാണ്. പക്ഷെ കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റിയ കളി അവരുടെ അടുത്തില്ല, അത് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ അവരുടെ ഗോളുകൾ ഇബ്രാഹിം എന്ന് പറഞ്ഞ കളിക്കാരൻ 15-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചത്. അത് മർവാൻ അട്ടയാണ് അതിന് അസിസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അത് ഒരു ഫസ്റ്റ് ഗോള്, അതോടുകൂടി അവർ ജയം ഉറപ്പിച്ച മാതിരിയുള്ള കളിയായിരുന്നു അവരുടെ കയ്യിൽ. അപ്പോഴും നമ്മളെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, നമ്മളപ്പോഴും നമുക്ക് കളി അവസാനം വരെ ഉണ്ടെന്ന് നമുക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ ഒരു 67-ാം മിനിറ്റിൽ അവര് ഗോളടിക്കുന്നുണ്ട്. അത് ഹസൻ എന്ന് പറഞ്ഞ പ്ലെയർ അസിസ്റ്റ് ചെയ്തിട്ട് സിക്കോ ആണ് ഗോൾ അടിച്ചത്. അപ്പം പിന്നെ അവരുടെ ഗോളിനെ പറ്റി നമ്മൾ എടുത്തു പറയണം. ഷോബേർ എന്ന് പറഞ്ഞ ഗോളി നല്ല പക്ക ഗോളിയാണ്. മെസ്സിയുടെ അടികൾ കറക്റ്റായിട്ടുള്ള പൊസിഷൻ പുള്ളിക്ക് മനസ്സിലായ മാതിരിയാണ് പുള്ളി എല്ലാ പെനാൽറ്റി ആയാലും ചാടി തടുത്തു. അത് മെസ്സിയുടെ പേരിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സിമ്പിളായിട്ട് അടിച്ചു. അതാണ് ഒന്ന് ഇത്തിരി ഒരു ഇത് കൊടുക്കാമായിരുന്നു, പ്രഷർ കൊടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കോ മൂലക്കേലേക്കോ കോർണറിലേക്കൊക്കെ അടിക്കാമായിരുന്നു. അപ്പം അത് നമുക്കൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഫ്രീ കിക്കായാലും കറക്റ്റ് കൈ ചെന്നു പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ കളീനെ പറ്റി പിന്നെ നോക്കുമ്പോൾ 64% കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു. നിങ്ങൾ ആൾക്കാർ നിങ്ങൾ പറയണ മാതിരിയല്ല, നിങ്ങളെല്ലാം കളിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസിങ് നിങ്ങൾ ചെയ്തു നോക്ക്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കിടന്ന് ഇങ്ങനെ പറയല്ലേ 36% അവർ കളിച്ചോളൂന്ന്. അപ്പൊ നന്നായിട്ട് ബോൾ പൊസിഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ടീം ജയിക്കട്ടെ എന്ന്, അതാണല്ലോ വേണ്ടത്. കളി അതേമാതിരിയുള്ള കളിയല്ലേ, നിങ്ങൾ ആസ്വദിച്ച കളിയല്ലേ. ആരായാലും നിങ്ങൾ കളി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നോ? നിങ്ങൾ വിരോധം തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആരും കളി ഇഷ്ടപ്പെടില്ല. ഞാൻ കളി കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ബ്ലഡൊക്കെ തിളച്ചു എന്ന് പറയാം. കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ കളി കഴിഞ്ഞ് നമ്മൾ ഈ ആഹ്ലാദ പ്രകടനമാതിരി ഞങ്ങൾ അവിടെ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ആഹ്ലാദിച്ചു, അതേമാതിരി ഞങ്ങൾ അയൽക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും, ഞങ്ങളെല്ലാവരും കിടന്ന് ഒച്ചെടുത്ത് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ. അപ്പം എന്താ അവിടെ സംഭവിക്കണമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ കളി കണ്ടിട്ട് ഒച്ചെടുത്താണ്. കാരണം ആ സമയത്തൊക്കെ നമ്മുടെ മേത്തൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് ചീറ്റും. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഞങ്ങളുടെ ഗോളുകളെ പറ്റി ഞാൻ പറയാം. അത് ക്രിസ്റ്റ്യൻ റൊമാരോ അടിച്ച 79-ാമത്തെ മിനിറ്റിൽ ഗോള്, അത് ഹെഡാണ് ചെയ്തത്, മെസ്സി അസിസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളെ ചിന്തിക്ക്. നിങ്ങൾ അംഗീകരിച്ചു പഠിക്കുന്നു. മെസ്സി അസിസ്റ്റ് ചെയ്തിട്ട് അവൻ അടിച്ച ഗോള്, ആ ഗോൾ അടിച്ചപ്പോൾ ഞങ്ങളുടെ സന്തോഷമുണ്ടല്ലോ. ഞാൻ അത്ര നേരം ഞാൻ മിണ്ടാതിരുന്നല്ല, ഞാൻ കളി കണ്ടുകൊണ്ടിരുന്ന, എനിക്കറിയാം കളിയിൽ തിരിച്ചു വരുമെന്ന്. നമ്മള് ചാരം മൂടി കിടന്നാലുണ്ടല്ലോ, ഒരു ചെറിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഫീനിക്സ് പക്ഷിനെ പോലെ പറന്നു വരും. അതാണ് നമ്മുടെ കളി. പിന്നെ അതുപോലെ തന്നെ മെസ്സി അടിച്ച ഗോളി 83-ാമത്തെ മിനിറ്റില്, അത് ഗോൺസാലോ മൊണ്ടേലാണ് അതിന് അസിസ്റ്റ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ പിള്ളേരുണ്ടെന്ന് കളിക്കാനുണ്ട്. ഇത് എന്താണെന്നറിയാമോ, ഇത് കളി ഇത്തിരി സ്ലോ ആയ മാതിരി നമുക്ക് തോന്നാനുള്ള കാരണം നമ്മുടെ പിള്ളേര് എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ കുട്ടികൾ, ഇവർ കളിക്കാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെസ്സിയിലാണ്. കാരണം മെസ്സിയുടെ അവസാനത്തെ മാച്ചാണ്, അല്ലെങ്കിൽ അവസാനത്തെ വേൾഡ് കപ്പാണ്. അതുകൊണ്ട് മെസ്സിനെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി ഇവർ നോക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ അത് ചിന്തിക്കുന്നു. അല്ലാണ്ട് നിങ്ങൾ വെറുതെ കിടന്നുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറയല്ലേ. എല്ലാ ഫ്രീ കിക്കായാലും പെനാൽറ്റി ആയാലും ഒക്കെ മെസ്സി എടുക്കണം എന്തിനാ? കിട്ടാവുന്നത്ര ഞങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടിയാണെന്ന്. അല്ലാണ്ട് നമ്മളെ കയ്യിൽ പൈസ ആവശ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണി കണ്ടവർക്ക് വെറുതെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ കളിയിൽ ജയിക്കാൻ വേണ്ടി ആരും പൈസ മുടക്കണ പരിപാടിയൊന്നും നമുക്കില്ല. പിന്നെ അതുപോലെ തന്നെ 3-ാമത്തെ ഗോള് സാൻസോ ഫെർണാണ്ടസ് അടിച്ച ഗോള്, ലോത്താരോ മാർട്ടിനസ് അസിസ്റ്റ് ചെയ്ത് ഹെഡറും, അതും ഹെഡായിരുന്നു. എന്തൊരു മനോഹരമായിരുന്നു ഗോളായിരുന്നേ. ആരെങ്കിലും പ്രതീക്ഷിച്ചോ ആ സമയത്ത് അങ്ങനെ ഗോൾ വീഴുന്ന്? അത്ര നേരം അവരുടെ ഗോളി ഷോബേറ് കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അറ്റാക്ക് ചെയ്ത് ബാറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടായിരുന്നില്ല എന്ന്. അതാണ് അതിൻ്റെ ഇത്. അത്ര നേരം നമ്മള് അതേമാതിരി അറ്റാക്ക് ചെയ്ത് കളിക്കാത്തതിലായിരുന്നു എനിക്ക് സങ്കടം.
അത്ര നേരം അറ്റാക്ക് ചെയ്ത് കളിക്കാത്തതിലായിരുന്നു എൻ്റെ സങ്കടം ഉണ്ടായിരുന്നു മുഴുവനും. ഇത് എന്ത് കളിയാ കളിക്കണേ, ഇങ്ങനെയല്ല കളിക്കണ്ടേ, അറ്റാക്ക് ചെയ്ത് കളിക്കണം. അതാ ഒരു 75-ാമത്തെ മിനിറ്റിന് ശേഷമാണ് അറ്റാക്ക് ചെയ്ത് അവരുടെ ഗോളിക്ക് പ്രഷർ കൊടുത്ത് കളിച്ചത്. അദീപനെ ഗോള് അതേപോലെ വീഴുകയും ചെയ്തു എന്ന്. അതൊന്ന് നിങ്ങൾ അംഗീകരിക്കാനേ ഞാൻ പറയണുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കളി തോറ്റു, അല്ലെങ്കിൽ കളി ഹാഫ് ടൈം വരെ തോറ്റു വന്നു, മുക്കാൽ ഭാഗം വരെ തോറ്റു എന്ന് പറയട്ടെ എന്താ കാര്യം? അവസാനം റിസൾട്ട് വന്നില്ല മക്കളെ, അതിന് അംഗീകരിക്കാൻ പഠിക്കും. അത് നിങ്ങൾ ജയിച്ചാലും ഞങ്ങൾ അംഗീകരിക്കാം, ഞാൻ അംഗീകരിക്കാം. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയില്ല, ഞാൻ എല്ലാത്തിനും അംഗീകരിക്കുന്ന ആളാണ്. കാരണം ആര് കളിക്കുന്നോ ഫുട്ബോളാണ്, ഫുട്ബോൾ ആര് കളിക്കുന്നോ അവനെ ഞാൻ അംഗീകരിക്കും. അല്ലെങ്കിൽ ആര് വിൻ ചെയ്യണോ അവരെ ഞാൻ അംഗീകരിക്കുന്നു. കളിച്ചിട്ടാണ് വിൻ ചെയ്യണമെങ്കിൽ. ഇത് പക്ഷേ നിങ്ങൾ പറയണതൊക്കെ കരച്ചില്. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ കുറേ മഞ്ഞപ്പട എന്ന് പറയാൻ പറ്റില്ല, ബ്രാച്ചുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രാൻസ് എന്നൊക്കെ പറയാം. ഇപ്പൊ ഫ്രാൻസിനോട് കൂടി പോർച്ചുഗൽ പോയി കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനോട് കൂടി. അപ്പൊ അതുകൊണ്ട് അത് എന്തുവേണേലും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളുണ്ട്, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഉണ്ട്. അത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. അങ്കമാലിക്കാരൻ ജിനോയ്.